ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സദാസമയവും ദിക്റുമായി ബന്ധപ്പെട്ടിട്ട് അവന്റെ ജീവിതമുള്ളൂ. ഏത് സമയത്തും ദിക്ർ ചൊല്ലുക. അതിൽപ്പെട്ട ഒരു ദിക്റാണ് മഹാന്മാർ പഠിപ്പിച്ച നമ്മൾ ശേഷം പാടിയ എന്ന് തുടങ്ങുന്നത് ജുമാക്ക് ശേഷം ചൊല്ലിയാൽ വളരെ നേട്ടമുണ്ട് എന്ന് നമ്മൾ പഠിച്ചത്. സത്യത്തിൽ സാന്ദർഭികമായി ഈ ബൈത്ത് ആരാണ് ചൊല്ലിയത്? അവിടെയാണ് അതിന്റെ പ്രസക്തി. മഹാനായ ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അക്ഷരാർത്ഥത്തിൽ പടച്ചതമ്പുരാനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഉൾക്കൊള്ളുന്ന സ്ഥാനത്തിന്റെ വ്യക്തിത്വം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലോകത്തിലുള്ള വിശ്വാസികളുടെ മുഴുവൻ ഈമാൻ ഒരു തുലാസിന്റെ തട്ടിലും സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റൊരു തുലാസിൽ വെച്ചാൽ അബൂബക്കറിന്റെ ഈമാൻ തൂക്കം മുഹമ്മദ് മുസ്തഫ. അത്രത്തോളം ലോകത്ത് അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ യുഹ്ശറു യൗമൽ ഖിയാമത്തി അബൂബക്കർ. നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആദ്യമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രയും ഉത്കൃഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമ. വർത്തമാന സാഹചര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് എന്തുകൊണ്ട് ഉന്നതനാണ്. പക്ഷേ സിദ്ദീഖിന്റെ മരണം വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ചരിത്രത്തിന്റെ ഇന്നലകളിൽ എഴുതുമ്പോ ഒരുപാട് അത്ഭുതത്തിന്റെ സങ്കടത്തിന്റെ ഈമാനിന്റെ കഥകൾ വായിക്കാൻ പറ്റും. ഒരിക്കൽ സാധാരണ സിദ്ദീഖ് തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രമുഖനുണ്ടായിരുന്നു, ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സിദ്ദീഖ് തങ്ങൾക്ക് അദ്ദേഹം വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഒരു ദിനം സിദ്ദീഖ് തങ്ങൾക്ക് അദ്ദേഹം വാങ്ങിക്കൊടുത്തു. പക്ഷേ ഏത് സമയത്തും എപ്പോഴും എന്ത് കൊടുത്താലും ചോദിക്കുമത്രേ, ഇതെവിടെയാണ് എങ്ങനെയെന്നാണെന്ന് സിദ്ദീഖ് തങ്ങൾ ചോദിക്കും. തന്റെ പുത്രനോട് തന്റെ വേലക്കാരനോട് ചോദിക്കും, എന്ത് കൊടുത്താലും ഇതെങ്ങനെ കിട്ടി, എവിടെ നിന്ന് കിട്ടി. ഒരു ദിവസം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ആ പുത്രൻ വന്ന് കൊടുത്തപ്പോൾ കഴിക്കുന്നു, പക്ഷേ ചോദിച്ചില്ല. ഭക്ഷണം കഴിക്കുന്നു, ചോദിച്ചു. സാധാരണ നിങ്ങൾ ഞാനത് തന്നാലും ചോദിക്കാറുണ്ടല്ലോ, എവിടെ കിട്ടി, എങ്ങനെ കിട്ടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, എല്ലാ സമയത്തും ചോദിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു നാൾ ചോദിക്കാതെ ഭക്ഷിക്കുന്ന സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതാ അക്കലത്തടിച്ചു. പ്രിയപ്പെട്ട പൊന്നുമോനെ, വിഷംശന്റെ കാടിനെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ, വിഷംശ കൊണ്ട് ബുദ്ധിമുട്ടിയത് കൊണ്ട് ചോദിക്കാൻ പറ്റില്ല. വിഷംശന്റെ കാടിനെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഭക്ഷണം എപ്പോഴും കഴിച്ചു പോയത് ചോദിച്ചു, എവിടെന്നാണ്? അപ്പോൾ പറഞ്ഞു, സാധാരണ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരാറുണ്ട്, പക്ഷേ ഇന്ന് അങ്ങേക്ക് വാങ്ങിത്തരാൻ ഒന്നും എന്റെ കയ്യിലില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാനൊരു ജോത്സ്യപ്പണി എടുക്കുന്ന ആളായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയത് ഞാൻ ഒരു തുണ്ടിൽ സൂക്ഷിക്കും. അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇന്ന് അങ്ങേക്കൊന്നും വാങ്ങി തരാൻ കയ്യിലൊന്നുമില്ല. അന്ന് ഞാൻ സൂക്ഷിച്ച ആ പണസഞ്ചിയിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ആ പണസഞ്ചിയിൽ നിന്ന് എടുത്തു വാങ്ങിയതാണ്. ശ്രദ്ധിക്കണം, ജോത്സ്യപ്പണി എടുത്തിട്ട് കിട്ടിയ വരുമാനത്തിൽ നിന്ന് സൂക്ഷിച്ച അല്പം പണം കൊണ്ടാണ് ഇന്ന് ഞാൻ അങ്ങേക്ക് ഭക്ഷണം വാങ്ങി തന്നത് എന്ന് പറഞ്ഞപ്പോ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു അനാവശ്യമായ പ്രവൃത്തി ചെയ്യാത്ത, കള്ളുകുടി കൂടാത്ത, വിഭജിക്കാത്ത വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തേക്ക് കടന്നു വരുന്നുണ്ട്. ചെറുപ്രായത്തിൽ വരെ ഒരു തെറ്റ് ചെയ്യാത്ത, സ്ഫുടം ചെയ്തെടുത്ത ഹൃദയത്തിന്റെ ഉടമയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കറിയാ കരഞ്ഞ് താൻ കടിച്ചതൊക്കെ ഛർദിക്കുകയാ. ചരിത്രം പറയുന്നത് ഛർദിച്ച് രംഗങ്ങൾ വരെ ഛർദിക്കുന്നു. സിദ്ദീഖ് പറയുന്നത് വിഷംശന്റെ കാടിനെ കൊണ്ടറിയാതെ ഭക്ഷിച്ചു പോയതാ. ഇതുവരെ അബൂബക്കറിന്റെ വയറിന്റെ കടലിലേക്ക് ഒരു അറാമത്ത് സ്പർശിച്ചിട്ടില്ല. ഛർദിച്ച് രക്തം ഛർദിച്ചെടുത്ത് പറയുന്നു, അല്ലാഹ് കഴിവിന്റെ പരമാവധി ഭക്ഷിച്ചതൊക്കെ ഞാൻ ഛർദിച്ചിട്ടുണ്ടോ.
എന്റെ ആമാശയത്തിന്റെ അകത്തളത്തിലേക്ക് സർദിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നീ സൃഷ്ടിക്കരുത്. മഹാനായ ആ എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ റസൂലിനെ ഉൾക്കൊണ്ട ഒരു ചെറിയൊരംശം വയറ്റിലേക്ക് അറിയാതെ പൊട്ടിക്കരഞ്ഞു. ആ സുദീഖങ്ങൾ ഒരിക്കൽ പാടിയതാ, മനസ്സിൽ തട്ടിയിട്ടൊന്ന് ചെല്ലണം. ഇലാഹി ലസ്സു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ സഹീബി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീബി. അതാണ് ആദ്യം ചരിത്രം പറഞ്ഞത്. അത്രയും സൂക്ഷിച്ച് ജീവിച്ച സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് ഉറപ്പുള്ള ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളെക്കാളും ഈമാനിൽ മുൻതൂക്കമുള്ള സുദീഖുകൾ പറയാ, ഇലാഹി ലസ്സു, എന്റെ റബ്ബേ ലസ്സു ലിൽ ഫിർദൗസി അഹ്ലാ, ഈ പാവപ്പെട്ട സുദീഖിന് സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധ്യമല്ല, അതിനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല. എന്നാലോ നാളെ നിങ്ങളെ കത്തിക്കാടുകൾ നരകത്തിലേക്ക് പാവപ്പെട്ട സുദീഖിനെ വലിച്ചെറിഞ്ഞാൽ ആ നരകത്തിന്റെ തീ തൊടാൻ കൊള്ളാനുള്ള ശാരീരിക ശക്തി എനിക്കില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. എനിക്ക് തൗബ നൽകണേ, നീ പൊറുക്കുന്നവനാണെന്ന് നിഷ്കളങ്കമായ ഹൃദയത്തോടെ തങ്ങൾ ചൊല്ലിയ വരികളാ. ഇത് ജുമാഅത്തിന് ശേഷം ആത്മാർത്ഥമായിട്ട് ഒരാൾ ചൊല്ലിയാൽ അവന് സ്വർഗപ്രവേശനമുണ്ടെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വന്നുപോയ പാപങ്ങൾ പുറത്ത് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ നാട്ടിലോ പരിസരങ്ങളിലോ ആരെങ്കിലും മരണപ്പെട്ടാൽ പെട്ടെന്ന് കഫൻ തുണി നമുക്ക് എളുപ്പത്തിൽ ലഭ്യമാകാനുള്ള അവസരങ്ങൾ തയ്യാർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. പ്രത്യേകം അതിന് ഫണ്ടൊന്നുമില്ല, എന്നാലും ഹദിയായിട്ട് കൊടുക്കുന്നതിന് വിശ്വാസം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഉപകാരമാണ്. അത് നമുക്കല്ല പരിസരമാകുമ്പോൾ ഉപയോഗപ്പെടുത്താം. ഒരുപാട് ആളുകൾ അതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ ഉസ്താദിന്റെ കാര്യം സൂചിപ്പിച്ചു കണ്ടറിഞ്ഞ് ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലൈഹി